രാവിലെ ഇതാ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ പൊങ്കാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദാ എല്ലായ്പ്പോഴത്തെയും പോലെ ദാ മോനാണ്, മൂത്ത ആളാണ് കേട്ടോ എല്ലാത്തിനും മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അവൻ തന്നെയാണ് അമ്മേ ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നിർദ്ദേശപ്രകാരം, അതായത് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അമ്മ വിളിച്ചിട്ട് പറയാറുണ്ടായിരുന്നു അവിടെ ഇന്നതുപോലെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാനും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദാ മൂത്ത ആളാണ് കേട്ടോ എല്ലാ കാര്യത്തിനും മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അടുത്ത ആളും കൂടി ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നേ. മൂത്ത ആള് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് മറ്റവർക്ക് രണ്ടർക്കും ഞങ്ങളും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുറകെ കൂടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ മാവ് കുഴയ്ക്കലായി, പിന്നെ അതുപോലെ തന്നെ ഇല എടുത്ത് തരലായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കുമ്പിളെല്ലാം നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ തിരളിക്ക് വേണ്ടിയിട്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് തന്നത് മറ്റു രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരുന്നേ. അപ്പോൾ ദാ തേങ്ങ ഇടിയിലും പഴം ഇടിയിലും എല്ലാ കാര്യങ്ങളും മൂത്ത ആളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ നടയിൽ പോയി പൊങ്കാല ഇടാൻ പറ്റിയില്ല എന്നിരുന്നാൽ പോലും നമുക്ക് വീട്ടിൽ തന്നെ സന്തോഷമായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോയി ചെയ്യുന്നത്, അതായത് നമ്മൾ പോയി പൊങ്കാല ഇടുന്നതിന് വേറൊരു സന്തോഷം, അതുപോലെ തന്നെ എല്ലാവരുടെ കൂടെ നിന്ന് ചെയ്തത് അതും വേറൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. എന്നിരുന്നാലും എപ്പോഴെങ്കിലും പറ്റുന്നൊരു സമയത്ത് 3 പേരെയും കൂട്ടിയിട്ട് അമ്മയുടെ നടയിൽ പോയിട്ട് പൊങ്കാല ഇടണമെന്നും ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൊങ്കാല വിശേഷത്തിൽ ഇതാ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും ചേർന്നിട്ട്, അതായത് അച്ഛനും ഞാനും മക്കളും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ പൊങ്കാല എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് എന്തോ മണ്ടപ്പുറ്റെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പറയാറുള്ളത്. അപ്പോൾ പണ്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത്, അതുപോലെ തന്നെ അമ്മയുടെ കൂടെ പോയ സമയത്തും ഉണ്ടാക്കി തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. പിന്നെ അമ്മയോട് ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മുഖം, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ വെക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം കണ്ണ് അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കുത്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഒരാൾ ഈ ഐഡിയ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലേയിലൊക്കെ കളിക്കുന്നത് കാരണം ഈ വക കാര്യങ്ങൾ അവർക്ക് നല്ല ഇതല്ലേ. അപ്പോൾ ഇതാ മണ്ടപ്പുറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ, നല്ല സന്തോഷത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പറ്റുന്ന ഒരു സമയത്ത് 3 ആളെ കൂട്ടിയിട്ട് പോയി അവിടെ ചെന്ന് അമ്മയുടെ നടയിൽ ചെന്നിട്ട് നമുക്ക് പൊങ്കാല ഇടണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പൊങ്കാല വിശേഷങ്ങൾ ഇതാ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.